പറയാൻ പോകുന്നത് ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. 1000 നാമങ്ങളടങ്ങുന്ന അമ്മയുടെ ഈ ലളിതാ സഹസ്രനാമം നിത്യേന പാരായണം ചെയ്താൽ അമ്മയുടെ എല്ലാവിധ കൃപാകടാക്ഷങ്ങളും നിങ്ങളിൽ വന്നു ചേരുന്നതാണ്. എന്നാൽ നിങ്ങളെല്ലാവരും പൂർണ്ണ സമർപ്പണത്തോടു കൂടെയും പൂർണ്ണ ഭക്തിയോടു കൂടെയും അമ്മയെ പ്രാർത്ഥിക്കുക. സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ എല്ലാവിധ പാപങ്ങൾ തീരുന്നതിനും നിങ്ങളുടെ എല്ലാവിധ മുൻജന്മ പാപങ്ങൾ തീരുന്നതിനും കൂടാതെ നിങ്ങളുടെ ഈ ജന്മത്തിലെ എല്ലാവിധ അഭിഷ്ടങ്ങളും അമ്മ സാധിപ്പിച്ചു തരുന്നതാണ്. അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിച്ചാൽ പിന്നീട് മറ്റൊന്നിനെ തന്നെയും ഭയപ്പെടേണ്ടതില്ല. അമ്മയുടെ എല്ലാവിധ സംരക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അമ്മയെ സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് ആരാധിക്കുക. അമ്മയുടെ എല്ലാ കൃപാകടാക്ഷങ്ങളും നിങ്ങളിൽ വന്നു ചേരുന്നതാണ്. ധനധാന്യ സമൃദ്ധിയും നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും എന്തു തന്നെയായാലും അമ്മ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിത്യേനെ ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടും അമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി ക്ഷേത്രങ്ങൾ സന്ദർശിച്ചുകൊണ്ടും കഴിയുന്ന വിധത്തിലുള്ള വഴിപാടുകൾ നടത്തിക്കൊണ്ടും അമ്മയുടെ കൃപാകടാക്ഷങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവിധ അഭിഷ്ടങ്ങളും അമ്മ സാധിപ്പിച്ചു തരുന്നതാണ്. അമ്മയുടെ പ്രധാനപ്പെട്ട ശക്തിയായ ത്രിശൂലത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇച്ഛാശക്തിയായും ക്രിയാശക്തിയായും ജ്ഞാനശക്തിയായും അമ്മ കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഈ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വഴി നിങ്ങളുടെ എല്ലാവിധ അഭിഷ്ടങ്ങളും അമ്മ സാധിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിത്യേന ലളിതാ സഹസ്രനാമം സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് അമ്മയെ പൂജിച്ചാരാധിക്കൂ. സർവരുടെയും സർവാഭിഷ്ടങ്ങളും അമ്മ സാധിപ്പിച്ചു തരുന്നതാണ്. അമ്മയെ പൂർണ്ണ ഭക്തിയോടുകൂടെയും പൂർണ്ണ സമർപ്പണത്തോടുകൂടെയും അമ്മയെ പ്രാർത്ഥിക്കുക. എന്നാൽ മാത്രമേ അമ്മയുടെ ശരിയായ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. യഥാർത്ഥ ഭക്തിയും പൂർണ്ണ സമർപ്പണവുമാണ് ഭക്തിയുടെ പ്രാധാന്യം. യഥാർത്ഥ ഭക്തിയുള്ളവൻ്റെ കൂടെ അമ്മ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അമ്മയുടെ എല്ലാ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി എല്ലാവരും നിത്യേനെ അമ്മയെ പൂജിച്ചാരാധിക്കുക. അമ്മയുടെ എല്ലാവിധ കൃപാകടാക്ഷങ്ങളും എല്ലാവർക്കും ലഭിക്കട്ടെ. സർവ്വലോകത്തിനും നന്മയുണ്ടാകട്ടെ. സർവരുടെയും സർവാഭിഷ്ടങ്ങളും അമ്മ സാധിപ്പിച്ചു തരുന്നതാണ്. അതിനായി എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും എല്ലാവിധ അഭിഷ്ടങ്ങളും അമ്മ സാധിപ്പിച്ചു തരുന്നതും നിങ്ങളുടെ കൂടെ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുന്നതുമാണ്. അതിനായി എല്ലാവരും പ്രാർത്ഥിക്കുക. സർവരുടെയും സർവാഭിഷ്ടങ്ങളും അമ്മ നിറവേറ്റിത്തരുന്നതാണ്. ഓം ലളിതാദേവ്യൈ നമഃ. ഓം ത്രിപുരേശ്വര്यै നമഃ. ഓം ശിവൈക്യസ്വരൂപിണ്യായ നമഃ. ഓം ലളിതാംബികായേ നമഃ. ഓം ആദിപരാശക്ത്യായ നമഃ. ഓം സർവൈശ്വര്യപ്രദായിന്യായൈ നമഃ. ഓം സർവമംഗളമംഗല്യായൈ നമഃ. ഓം സർവമംഗളമംഗല്യ